നമസ്കാരം, എല്ലാവർക്കും ഇക്കണോമിക് സെൻസ് മലയാളത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഒരു പവൻ സ്വർണം ഈ മാസം ആദ്യം 1.5 ലക്ഷം രൂപ കടക്കുമോ എന്ന് ആളുകൾ കരുതിയിരുന്നു. പക്ഷെ ഇപ്പോഴും നോക്കൂ, ഒരൊറ്റ ആഴ്ചയ്ക്കുള്ളിൽ 9,000 രൂപ ഇടിഞ്ഞു. ഇന്ന് മാർച്ച് 15, ഒരു പവൻ സ്വർണത്തിന് 1,17,080 രൂപ. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയാണിത്. ഇനി ഇത് കൂടുമോ? ഇനിയും ഇടിയുമോ? ഈ ഡ്രോപ്പിന് പിന്നിൽ എന്താണ്? ഇന്ന് നമുക്ക് അതെല്ലാം ഈ വീഡിയോയിലൂടെ സംസാരിക്കാം. ഈ മാസം ഇതുവരെയുള്ള കണക്കുകൾ ഒന്ന് പരിശോധിക്കാം. മാർച്ച് 1 ഒരു പവൻ സ്വർണത്തിന് 1,26,920 രൂപയായിരുന്നു. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വില. അത് പക്ഷേ ഒറ്റ ദിവസം മാത്രമേ നിന്നുള്ളൂ. മാർച്ച് 2 മുതൽ വില ഇടിഞ്ഞു തുടങ്ങി. 2-ന് 1,25,040, 3-ന് 1,22,920, 4-ന് 1,20,640, 5-ന് 1,19,440, 6-ന് 1,18,160 രൂപ. 5 ദിവസം കൊണ്ട് ഒരു പവൻ സ്വർണത്തിന് 8,760 രൂപയാണ് കുറഞ്ഞത്. ശേഷം 7-8 തീയതികളിൽ 1,20,000 ഒരു ചെറിയ സ്ഥിരതയുണ്ടായിരുന്നു. പക്ഷെ 9-ാം തീയതി മുതൽ വീണ്ടും ഇടിഞ്ഞ് ഇന്ന് 1,17,080 ഇത് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് എത്തി. ഒരു മാസത്തിൽ ഹൈ ടു ലോ ഡ്രോപ്പ് ആയി വന്നിരിക്കുന്നത് 9,840 രൂപയാണ്. ഇത്ര വിലയിടിവ് എന്തുകൊണ്ടാണ്? ഇതിന് ഒറ്റ കാരണമല്ല, 3 ഘടകങ്ങൾ ഒരേ സമയം ഒത്തുചേർന്നതാണ് ഇതിന് പിന്നിലെ കാരണം. ഒന്നാമത്തേത് ലാഭമെടുക്കൽ. ഫെബ്രുവരിയിൽ സ്വർണം റെക്കോർഡ് ഉയരത്തിലുണ്ടായിരുന്നു. ഇത്ര ഉയരത്തിൽ നിൽക്കുമ്പോൾ വലിയ ഇൻവെസ്റ്റുകൾ ലാഭം പുറത്തെടുക്കും. ഇത് വിൽപ്പന വർദ്ധിക്കും, വില ഇടിക്കും. ഇതൊരു സ്വാഭാവിക മാർക്കറ്റ് ഡൈനാമിക്സ് ആണ്. രണ്ടാമത്തേത് ക്രൂഡ് ഓയിൽ. ഇറാൻ US പ്രശ്നം കൂടി ക്രൂഡ് ഓയിൽ $100 കടന്നു. ഇത് ഡോളർ ശക്തിപ്പെടുത്തി. ഡോളർ ശക്തമാകുമ്പോൾ സ്വർണം ലോകവിപണിയിൽ ഡോളർ വില കൂടും. അപ്പോൾ ഇൻവെസ്റ്ററുകൾ സ്വർണം വിൽക്കും. മൂന്നാമത്തേത് US ട്രഷറി ഈൽഡ്. ഡോളർ ഓൺ ഡിമാൻഡ് കൂടുമ്പോൾ ബോണ്ട് ഈൽഡ് കൂടും. ബോണ്ട് ഈൽഡ് കൂടുമ്പോൾ ആളുകൾ സ്വർണം വിൽക്കും, ബോണ്ട് വാങ്ങും. അതും സ്വർണ്ണവില ഇടിക്കും. ഈ മൂന്നും ഒരുമിച്ച് വന്നപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഇത്ര വലിയ ഡ്രോപ്പ് സംഭവിച്ചു. ഗ്ലോബൽ മാർക്കറ്റ് ഇപ്പോൾ എവിടെ? ഇനി എന്ത് എന്ന് പരിശോധിക്കാം. ഗ്ലോബൽ സ്പോട്ട് ഗോൾഡ് ഇപ്പോൾ 5,100 മുതൽ 5,200 ഡോളർ ബാൻഡിലാണ്. ഈ ലെവൽ ഒരു ശക്തമായ സപ്പോർട്ട് സോൺ ആണ് എന്ന് മാർക്കറ്റ് അനലിസ്റ്റുകൾ പറയുന്നു. 12 മാസം കൊണ്ട് $2,600 നിന്ന് $5,000 എന്ന ഒരു ലോഹമാണിത്. ആ ദീർഘകാല ബുൾ ട്രെൻഡ് ഇനിയും മാറിയിട്ടില്ല. കേന്ദ്ര ബാങ്കുകൾ ചൈന, ഇന്ത്യ, തുർക്കി ഇപ്പോഴും സ്വർണം വാങ്ങിക്കൂട്ടുന്നു. ഡോളറിന്റെ ദീർഘകാല ദൗർലഭ്യം, അമേരിക്കയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഇവ ഒന്നും മാറ്റിയിട്ടില്ല. ഇനി എന്ത് സംഭവിക്കും എന്നത് ആരും ഉറപ്പിച്ചു പറയുന്നുമില്ല. പക്ഷെ മാർക്കറ്റ് ഘടനയിൽ നോക്കിയാൽ 1,17,000, 1,18,000 എന്ന ഓടുന്ന ഒരു സപ്പോർട്ട് ലെവലാണ്. ഗ്ലോബൽ ന്യൂസ് അനുകൂലമായാൽ, ക്രൂഡ് ഒന്ന് ആശ്വസിച്ചാൽ, ഡോളർ ഇടിഞ്ഞാൽ കേരളത്തിൽ വില 1,20,000 തിരിച്ചു വരാൻ 1-2 ആഴ്ച മതി. ഇടിഞ്ഞിടിഞ്ഞ് 1,10,000 കൂടെ പോകുമോ? ഫണ്ടമെന്റൽ ഡേറ്റ നോക്കിയാൽ ആ സാധ്യത ഇപ്പോൾ കുറവാണ്. പക്ഷെ ഭൗമരാഷ്ട്രീയ സ്ഥിതി എന്ത് ട്വിസ്റ്റ് കൊണ്ടുവരുമെന്ന് ആർക്കും അറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇത് ബൈ ദ ഡിപ് ഡ്യൂ ഡിജിലൻസ് ചെയ്യാനുള്ള ഒരു സമയമാണ്. ദിവസവും ഡെയിലി മൂവ്മെന്റ് നോക്കി ആകുലപ്പെടാനുള്ള സമയമല്ല. മലയാളികൾ ഈ സമയം എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണം. ആദ്യം, ഇനി ആഭരണം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വെഡ്ഡിംഗ് സീസൺ അടുക്കുന്നത് കൊണ്ട് ഈ വില ഇറങ്ങിയ സമയത്ത് ആഭരണ ഗോൾഡ് ബുക്ക് ചെയ്യാൻ ഒരു ചർച്ച ചെയ്യാം. ഒരു ജ്വല്ലറിയോടോ സ്വർണ്ണ ഫണ്ടുകൾ ഉള്ളവർ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോടോ ചർച്ച ചെയ്യുക. രണ്ടാമത്തേത്, ഗോൾഡ് ലോൺ ഉള്ളവർ ഓർക്കേണ്ട ഒരു കാര്യം, വില ഇറങ്ങുമ്പോൾ ലോൺ ടു വാല്യൂ റേഷ്യോ മാറും. ബാങ്ക് അധിക ഗോൾഡ് ആവശ്യപ്പെടാം. ഇതൊന്ന് ബാങ്കുമായി ക്ലിയർ ചെയ്യുക. മൂന്നാമത്, SIP ആയി ഗോൾഡ് ഫണ്ടിൽ ഇടുന്നവർ ഡ്രോപ്പ് ആൻഡ് ആവറേജ് ഇടിഞ്ഞ വിലയിൽ SIP തുടരുക. ദീർഘകാലത്ത് ഇത് ഗുണം ചെയ്യും. 1,26,920 നിന്ന് 1,17,080 വന്നത് ഒരു ക്രാഷ് അല്ല, ഒരു കറക്ഷനായി മാത്രം കാണുക. ഈ വ്യത്യാസം അറിഞ്ഞ് നിക്ഷേപ തീരുമാനമെടുക്കുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഇതൊരു നിക്ഷേപ ഉപദേശമല്ല. സ്വർണം വിൽക്കാനോ വാങ്ങാനോ ഉള്ള ശുപാർശയായി ഇതിൽ കാണേണ്ടതില്ല. ഏതൊരു നിക്ഷേപ തീരുമാനവും ഒരു സെബി രജിസ്ട്രേഡ് ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ചർച്ച ചെയ്ത് മാത്രം എടുക്കുക. നന്ദി.